ജയിലിലെ തടവുകാർക്ക് സൗകര്യമൊരുക്കാൻ ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങിയ ഡിഐജി MK വിനോദ് കുമാറിന് സസ്പെൻഷൻ. ജയിലാസ്ഥാനത്തെ ഡിഐജിയായി തുടർന്നാൽ കേസിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന വിജിലൻസ് ശുപാർശ റിപ്പോർട്ട് പരിഗണിച്ചാണ് നടപടി. വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നടപടിയെടുക്കാത്തതിൽ ആക്ഷേപം ഉയർന്നിരുന്നു. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കൊടിസുനി ഉൾപ്പെടെയുള്ളവരിൽ നിന്നും MK വിനോദ് കുമാർ ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങിയെന്ന പ്രാഥമിക അന്വേഷണത്തിൽ വിജിലൻസ് കണ്ടെത്തിയിരുന്നു. 2022-ലും 2023-ലും MK വിനോദ് കുമാറിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട റിപ്പോർട്ടുകളും കത്തുകളും ഉദ്യോഗസ്ഥർ ആഭ്യന്തര വകുപ്പിന് നൽകിയെങ്കിലും വിനോദ് കുമാർ തന്നെ ഇടപെട്ട് അട്ടിമറിച്ചിരുന്നു. വിയ്യൂർ ജയിലിൽ നടപ്പാക്കിയ ഔഷധ സസ്യകൃഷിയിലെ സാമ്പത്തിക ക്രമക്കേട്, അധികാരപരിധി വിട്ട് നടത്തിയ ഔദ്യോഗിക യാത്ര എന്നിവയിലായിരുന്നു നടപടിയെടുക്കാതെ സംരക്ഷിച്ചത്. പിന്നാലെയാണ് കൊടും കുറ്റവാളികൾക്ക് അന്യായമായി പരോൾ നൽകാനും സൗകര്യങ്ങൾ ലഭ്യമാക്കാനും കൈക്കൂലി വാങ്ങിയെന്ന് കണ്ടെത്തിയത്. വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്തില്ലെങ്കിൽ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് കാട്ടിയായിരുന്നു വിജിലൻസ് ഡയറക്ടർ ശുപാർശ റിപ്പോർട്ട് നൽകിയത്. റിപ്പോർട്ട് നൽകി 4 ദിവസം കഴിഞ്ഞിട്ടും നടപടിയെടുക്കാതിരുന്നത് ചർച്ചയായിരുന്നു. പിന്നാലെയാണ് ആഭ്യന്തര വകുപ്പ് ഇന്ന് MK വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയത്. വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമായി വിനോദ് കുമാറിന്റെ പൂജപ്പുരയിലെ ക്വാർട്ടേഴ്സിലും ആലപ്പുഴയിലെ വീട്ടിലും വിജിലൻസ് കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയിരുന്നു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.